ഇപ്പോൾ നമ്മൾ സ്കൂളിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഡീ സ്കൂളിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ പരമ്പരാഗത സ്കൂളിംഗ് സംവിധാനത്തെ മാറ്റി നിർത്തിയിട്ട് സമാന്തര പരീക്ഷകൾ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് അങ്ങയുടെ ഒരു സമീപനം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതോടൊപ്പം തന്നെ ഈ ബോധന മാധ്യമം പ്രധാനമായിട്ട് ഭാഷ എന്നതിനപ്പുറത്തേക്ക് ശ്രദ്ധയാണ്. ഈ പുതിയ ജീവിതത്തിനകത്ത്, പുതിയ വളർന്നു വരുന്ന കുട്ടികളുടെ ജീവിതത്തിനകത്ത് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പോൾ ബോധനത്തിനകത്തും ഒരു പൊളിച്ചെടുക്കൽ ആവശ്യമില്ലേ? സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ട അങ്ങയുടെ സമീപനങ്ങളും മറ്റു പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ഭാഗം ഒന്നുകൂടെ വിശദമാക്കാം. ആദ്യം ഈ സാഹചര്യങ്ങളിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഈ പുതിയ പരീക്ഷണങ്ങളെല്ലാം തന്നെയും സ്കൂളുകളില്ലാതാകുന്ന ഒരു നാളെക്കുറിച്ച് ഉള്ള ഒരു പ്രീ ആക്റ്റുകൾ പോലെ തോന്നുന്നു. നാടകത്തിൽ നമ്മൾ പ്രീ ആക്റ്റ് ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ മുന്നഭിനയം എന്നൊക്കെ അതിനെ വിളിക്കും. അതുപോലൊരു പ്രീ ആക്റ്റ് പോലെ ആയിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം നാളെ സമൂഹം പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഡീ സ്കൂളിംഗ് എന്ന് പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി പിന്തുടരുന്ന പല വഴികളും അതിൻ്റെ ശൈശവ ദശയിലുള്ള പല ബാലാരിഷ്ടതകൾക്കും വശംവദമാകാറുണ്ട് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. അവയൊക്കെ പെർഫെക്റ്റാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ അവയിൽ കൂടി, ആ പരീക്ഷണങ്ങളിൽ കൂടി വളരെ നല്ല ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, അല്ലെങ്കിൽ ഡീ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു പരമ്പരാഗതമല്ലാത്ത അനൗപചാരികമായ വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്നതൊക്കെ തന്നെയും അവയിലേക്കുള്ള തുടക്കം മാത്രമേ ആവുന്നുള്ളൂ, പരീക്ഷണങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. അവയൊന്നും പൂർണ്ണമായും സംസ്കൃതമാവുന്നില്ല, അപരിഷ്കൃതമായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പിന്നെ സംസ്കരിക്കപ്പെടേണ്ട ഒരു പ്രോസസ്സുണ്ടോ എന്ന് ചോദിക്കാം. രണ്ടാമത്, അങ്ങനെ പ്രക്രിയ സംസ്കരിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? വളരെ നാച്ചുറലായിട്ട് നിന്നാൽ പോരെ എന്ന് ചോദിക്കും. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സ്വാഭാവികമായിട്ടും അവ തുടങ്ങിക്കഴിഞ്ഞ് ആ പ്രവർത്തനം സംസ്കരിക്കപ്പെട്ട് ഒരു സംസ്കൃതാവസ്ഥ എത്തിച്ചേരുന്ന ഒരു ശീലമാണ് പൊതുവെ എല്ലാത്തിനും കണ്ടുവരുന്നത്. ഇപ്പോൾ ഇതിനായാലും, ഇപ്പോൾ ഈ ഡീ സ്കൂളിങ്ങിൻ്റെ, അല്ലെങ്കിൽ താങ്കൾ ചോദിച്ച പോലുള്ള ഈ പരമ്പരാഗത വിദ്യാഭ്യാസത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന വഴിമാറി നടക്കുന്ന വിദ്യാഭ്യാസങ്ങളിലെ സമ്പ്രദായങ്ങളിൽ പോലും അവർ പലതരത്തിലുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും പഴയതിനെ പരാജയമെന്ന് തോന്നുന്ന പഴയതിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ഞെട്ടലോടുകൂടി അറിഞ്ഞത്, ഇത്തരത്തിലൊരു സമ്പ്രദായം ആവിഷ്കരിക്കുന്ന ഒരു സങ്കേതത്തിൽ അവരുടെ കുട്ടികൾ, അത് നടത്തുന്നവരുടെ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നത് സാധാരണ സ്കൂളുകളിലാണ് എന്നുള്ളതൊരു വിവരം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വിൻ്റർ സ്കൂൾ വന്നപ്പോഴത്തേക്കും അവിടെ ഇരുന്നൊരു കുട്ടി വന്നിരുന്നു. ആ കുട്ടിയുടെ നിന്ന് അറിയാൻ സാധിച്ചു. വളരെ ഞെട്ടലോടുകൂടിയാണ് പറഞ്ഞത്. കാരണം അവർക്ക് തന്നെ അതിൽ വിശ്വാസമില്ല എന്നുള്ള സൂചനയാണല്ലോ അത് വരുന്നത്. അപ്പം അങ്ങനെ അല്ലാതെ തീർച്ചയായിട്ടും അവരുടെ പ്രമാണങ്ങളിൽ, അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു പരമ്പരാഗതമായ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമാന്തരമായിട്ട് നടപ്പിലാക്കാൻ അവർ ശുഷ്കാന്തി കാണിക്കുകയും അതിൽ അവർ തന്നെ ഭാഗമാക്കുകയും വേണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് സൂചിപ്പിച്ച പോലെ സാരംഗിലെ പോലുള്ള പരീക്ഷണങ്ങളിൽ അവിടെ തന്നെ പഠിച്ചു വളരുന്ന, അവിടെ തന്നെ ആ ഡീ സ്കൂളിങ്ങിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു വരുന്ന, ആ സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന വിദ്യാർത്ഥികളും അവർ ജീവിതത്തിൽ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളും ഇത് വളരെ മാതൃകാപരമായ കാര്യങ്ങൾ തന്നെയാണ്, അനുകരണീയമാണ്. പക്ഷെ പലയിടത്തും അങ്ങനെയല്ല നടക്കുന്നതെന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നത് ഭാരതീയമായിരിക്കുന്ന രീതിയിലും തീർച്ചയായിട്ടും പഴയ കാലത്തേക്ക് പോവുക തന്നെയാണെന്ന് ആക്ഷേപിക്കേണ്ടി വരും. പഴയ കാലത്ത് ഇത് തന്നെയായിരുന്നു. ഈ പറഞ്ഞ പ്രകൃതിയുമായി ചേർന്ന വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയായിരുന്നു. അല്ലാതെ ഈ പറഞ്ഞ സോ കോൾഡ് സംസ്കൃത രീതിയല്ല. ഒരിക്കലും അത് ചിട്ടപ്പെടുത്തി എഴുതിയിരിക്കുന്ന ഒന്നല്ലായിരുന്നു.
ഒരുപക്ഷെ ഇവിടുത്തെ സമ്പ്രദായം അനുസരിച്ച് ഒരു MGLC മൾട്ടി ഗ്രേഡ് ലേണിംഗ് സെൻറ്ററുകളായിരുന്നു എല്ലാം തന്നെ. എന്നാൽ പല പ്രായത്തിലുള്ളവരും പല സാംസ്കാരിക പാരമ്പര്യമുള്ളവരും രാജകുമാരന്മാരും ഇപ്പോൾ ഈ ശ്രീകൃഷ്ണനും കുചേലനും കൂടെ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക. അപ്പോൾ പലതരത്തിലുള്ള പല സാമ്പത്തിക നിലയും പല സാമൂഹിക നിലയും ഒക്കെ ഉള്ളവർ ഒരുമിച്ച് പഠിച്ചിരുന്നു എന്നുള്ളൊരു കാലഘട്ടമുണ്ട്. ഇപ്പോൾ നമുക്കത് കാണാനില്ല. ഞാനത് ഇവിടെ മധുവൻ സ്കൂളിൽ അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് എത്രമാത്രം വിജയിച്ചു എന്ന് പറയാനൊക്കില്ല. കാരണം സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള കുട്ടികൾക്ക് ഇവിടെ പഠിപ്പിക്കുന്നതിനോട് അച്ഛനമ്മമാർക്ക് താല്പര്യമില്ല. അവർക്ക് കുറച്ചുകൂടെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാമല്ലോ എന്ന് അവർ തോന്നും. സാധാരണക്കാരായ കുട്ടികളുടെ കൂടെ തൻ്റെ മക്കൾ പഠിക്കരുതെന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. പക്ഷേ പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമേ അച്ഛനമ്മമാരുടെ കൂടെ കുട്ടികളുണ്ടാവുകയുള്ളൂ. അവരുടെ അവസാനത്തെ കാലത്ത് ആ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴൊക്കെ തന്നെയും നമ്മൾ ചില മോഡലുകളെ ഫോളോ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ വളരെ സ്വാഗതാർഹമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഉള്ള ഈ പ്രോസസ്ഡ് സ്കൂളിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ എത്ര നാൾ നിൽക്കും എന്നുള്ളത് സംശയം തന്നെയാണ്. 3 ദശകങ്ങൾ നിന്നാൽ ഭാഗ്യം എന്ന് വിചാരിച്ചിട്ടുണ്ടാൽ മതി. ഭാഗ്യമാരുടെ ഭാഗ്യം എന്ന് വെച്ചാൽ സ്കൂൾ നടത്തുന്നവരുടെ ഭാഗ്യം, അത്രയേ ഉള്ളൂ. കഴിയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റേതായ കാലഘട്ടത്തിലേക്ക് വരും. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വരെ ചോദിച്ചേക്കാം. കാരണം ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ അറിവിന് പ്രാധാന്യം കുറഞ്ഞു പോവുകയാണ്. അനുഭവമാണ്. അപ്പോൾ എല്ലാം എക്സ്പീരിയൻസിൽ കൂടെ പഠിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. പക്ഷേ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അറ്റൻഷൻ സ്പാൻ കുറയുമ്പോൾ ബോധനത്തിൻ്റെ ബേസ് ശ്രദ്ധയല്ല. അതെ, അവിടെ ഈ ബോധനത്തിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ബോധനത്തിനിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വീകർത്താവിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ബോധനം എന്ന് പറയും പ്രോസസ്സ്, അധ്യയനം എന്ന് പറയുന്ന പ്രോസസ്സോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഇമ്പാർട്ടിങ് എ നോളജ് എന്നുള്ള കാര്യത്തിലാണ് ഇരിക്കുന്നത്. ഗിവിങ്. റിസീവിങ് എന്ന് പറയുന്ന രണ്ടാമത്തെ പോർഷൻ ഉണ്ടല്ലോ, സ്വീകരണം. ആ സ്വീകരണത്തിലാണ് ശ്രദ്ധയാണ് ദക്ഷിണ എന്ന് വേദങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ശ്രദ്ധ എന്ന് പറയുമ്പം പലതരത്തിലുള്ള അർത്ഥത്തിൽ എടുക്കുന്നുണ്ട്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾക്ക് ആ കാര്യത്തിലുള്ള അറ്റൻഷൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. ശ്രദ്ധയ്ക്കൊരു കുറച്ചുകൂടി ഉന്നതമായിരിക്കുന്നൊരു, കുറച്ചുകൂടി വ്യാപ്തമായിരിക്കുന്നൊരു അർത്ഥം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് ചുറ്റുപാടിനോടുള്ള നമ്മുടെ അലർട്ട്നെസ്, അറ്റൻഷനാണ്. അതായത് സെൻസിറ്റീവായിരിക്കുന്നൊരവസ്ഥയാണ്, മൈൻഡ്ഫുള്ളായിരിക്കുന്ന അവസ്ഥയാണ്. മൈൻഡ്ഫുള്ളായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മൈൻഡിനകത്ത് അത് നിറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മൈൻഡ് നിറഞ്ഞിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ആക്ടിവിറ്റി ഈസ് ഫുൾ ഓഫ് മൈൻഡ്. അതിന് പകരം മൈൻഡ്ഫുൾനെസ് എന്നാണ്, നേരെ തിരിച്ച്. അപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ മൈൻഡ് ഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതാണ് അവസ്ഥ അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഗീതാവാക്യം പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല. എത്രയോ പേര് ശ്രദ്ധിച്ച് ഈ ആധ്യാത്മിക സദസ്സിലൊക്കെ ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് ജ്ഞാനമൊന്നും ലഭിക്കാറില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും അതല്ല. അവരുടെ ജീവിതത്തിന്, നിത്യമായിരിക്കുന്ന ജീവിതത്തിൽ ചുറ്റുപാടിനോടുള്ള അവരുടെ ശ്രദ്ധ. അപ്പോൾ അത് നാനാവിധമായിരിക്കുന്ന ഗുരുക്കന്മാരെ ചുറ്റും ഉണ്ടാക്കി വയ്ക്കുക. അത് അന്തരീക്ഷമായിരിക്കും, കാറ്റായിരിക്കും, പൂവായിരിക്കും, ഒരു ശലഭമായിരിക്കും, ഒരു വ്യക്തിയായിരിക്കും. ഇങ്ങനെ നാനാതരത്തിലുള്ള ഗുരുക്കന്മാരിൽ നിന്ന് പിന്നെ ശ്രവണം സാധ്യമാക്കുക. ശിക്ഷണം എന്നുള്ളതല്ല, ശ്രവണം സാധ്യമാക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ ബോധനത്തിൽ ഒരു പ്രസക്തമായിരിക്കുന്ന വിഷയമാണെങ്കിൽ അത് ചാഞ്ഞു നിൽക്കുന്നത് സ്വീകർത്താവിൻ്റെ ഭാഗത്തേക്കാണ് എന്നുള്ളത്. സ്വീകർത്താവിൻ്റെ ഭാഗത്ത് ശ്രദ്ധ ഉണ്ടെങ്കിൽ ഈ കൊടുക്കുന്നവൻ വിവരം കെട്ടവനായിരുന്നാലും അവൻ സ്വീകരിച്ചിരിക്കും. കാരണം ഗുരുവിൻ്റെ പ്രാധാന്യം മുഴുവൻ, ഈ ഒരു മരത്തെ അതിൻ്റെ ഫലത്താൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞ ഗുരുവിൻ്റെ പ്രാധാന്യം മുഴുവൻ ഇരിക്കുന്ന ശിഷ്യന്മാരിലാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസന് എത്രയോ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇത് വിവേകാനന്ദൻ മാത്രമല്ലേ അറിഞ്ഞുള്ളൂ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ബാക്കി എത്രയോ പേരെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ കാര്യത്തിലും ഉപയോഗമെടുക്കാം. അപ്പോൾ അത്തരത്തിൽ പിന്നെ ശിഷ്യൻ്റെ പ്രാമുഖ്യം എന്ന് പറയുന്നത് ശിഷ്യൻ്റെ ആ സ്വീകരണ ക്ഷമത, ആ ക്ഷമതയിൽ നിന്നാണ്
അവൻ ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതുകൊണ്ടും സ്വീകരിക്കുന്നത് കൊണ്ടാണ് ബോധനമെന്ന പ്രോസസ്സ് ശരിയായിട്ട് നടക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ ഇത് പിന്നെ വികലമായി തീരുകയും ചെയ്യും. കാരണം താല്പര്യമില്ലാതിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു വഴി നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടി വരും വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ഈ ട്രാൻസിഷൻ പീരീഡ് വളരെ ക്രൂഷ്യലാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്ന് അനൗപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് ട്രാൻസിഷൻ കടന്നു പോകുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്നൊരവസ്ഥ അവസാന്തരം ഉണ്ടാകുന്നെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പടിപ്പടിയായിട്ട് ഇത് ഒരു നിർത്തി വരിക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകളെ ഉണ്ടാകും. നമുക്കിപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അവർക്ക് വീട്ടിൽ ഇരിക്കുന്നതിലാണ് താല്പര്യം എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. വളരെ പടിപ്പടിയായിട്ട് നമ്മൾ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ അനൗപചാരികമായ മിക്സ് കൊണ്ടുവരിക എന്നുള്ളത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് കാലം ക്രമേണയാണ് വന്നിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് വന്നതല്ല. ക്രമേണ എത്രയോ വർഷങ്ങളെടുത്താണ് മനുഷ്യരാശി തന്നെ അറിവിൻ്റെ താല്പര്യത്തിൽ നിന്ന് അനുഭവത്തിൻ്റെ താല്പര്യത്തിലേക്ക് വരുന്നത്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ അനൗപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് ക്രമേണ മാത്രമേ വരാവുന്നുള്ളതാണ്. ഇവരീ പറഞ്ഞ ഈ അനൗപചാരിക വിദ്യാഭ്യാസത്തിനുള്ള ശ്രമങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഒരു ഗ്രാജുവലായിട്ടുള്ളൊരു പ്രോസസ്സിൽ കൂടി പ്രക്രിയയിൽ കൂടി കൊണ്ടുപോകേണ്ടത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് വരാനാണ് സാധ്യത. പരാജയത്തിലേക്ക് വരിക എന്നുള്ളതല്ല, ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ എത്തുമ്പോൾ വ്യക്തി അവനെന്തോന്നോ ഒരു കുറവ് അനുഭവപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവാം. അതുണ്ടാകാതിരിക്കാനുള്ള മാനസികമായ പക്വത ബോധകന്മാരും സാധകന്മാരും ഉണ്ടാക്കിയെടുക്കുന്നു എന്നതാണ് എനിക്ക്